ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗോവയുടെ ആദ്യത്തെ ദിവസം ഞങ്ങൾ എഴുന്നേറ്റ് എല്ലാവരും റെഡി ആയിക്കൊണ്ട് രാവിലെ തന്നെ പള്ളിയിൽ പോകാൻ പോണ്. എല്ലാത്തിനും മുമ്പ് ഇന്ന് അമ്മാമ്മയുടെ ബർത്ത്ഡേ ദിവസം ആയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ അമ്മാമ്മേനെ ഒന്ന് വിഷ് ചെയ്തിട്ട് ഈ ദിവസം തുടങ്ങാം. ഓക്കെ, ദേ അമ്മാമ്മ ഇവിടെ തന്നെ ഉണ്ട്. അമ്മാമേ ഇങ്ങോട്ടേ, അമ്മാമേ ദേ അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മാമേ. ഇതുള്ളൂ ഇപ്പൊ തൽക്കാലം എൻ്റെ ഗിഫ്റ്റ് ആയിട്ട്. അപ്പൊ പിന്നെ നേരെ അമ്മാമ്മയുടെ ബർത്ത്ഡേക്ക് ഉള്ളൊരു അടിപൊളി ഗിഫ്റ്റ് എന്ന് പറയണം, നമ്മുടെ പുണ്യാളനെ പോയിക്കൊന്ന് കാണണം, പുണ്യാളനെ കണ്ട് പ്രാർത്ഥിക്കണം. അമ്മാമ്മക്ക് എല്ലാവിധ അനുഗ്രഹവും കിട്ടാൻ വേണ്ടിട്ട് ഈ ബർത്ത്ഡേ അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇറങ്ങല്ലേ? അതിനുമുമ്പ് ഞാൻ ഇവിടെ ഗോവൻ ഒരുക്കങ്ങളൊന്ന് കാണിച്ചു കൊടുക്കട്ടെ കേട്ടാ. അമ്മാമ്മ ഇങ്ങനെ തന്നെയല്ലേ ഗോവയിൽ നിക്കറും ടീഷർട്ടും ഒന്നും ഇല്ലല്ലോ, ഈ സംഭവം തന്നെ, ഈ ഇത് തന്നെ. അപ്പൊ ഞാൻ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ, അവരുടെ ന്യൂജൻ ലുക്കുകൾ. ഇതേ ഇതാണ് ലക്സന്റെ മൂഡ്. ഏത് മൂഡ്? ഗോവ മൂഡ്. ഇത് അപ്പൻ അപ്പൻ അമ്മാമ്മയൊക്കെ അതേപോലെ തന്നെ ആയിരിക്കും. റോസ്മി ഐറവാവ രാവിലെ തന്നെ കരച്ചിൽ തുടങ്ങിയല്ലോ. 5 മണി. ഇതാണ് അമ്മ വൈബ്. എന്റെ മോനെ ചുരിദാറൊക്കെ ഇട്ട് ഗോവയിൽ തകർക്കേത്. റോസ്മി ഏടൻ ഏ ഇടുവാ റയിച്ചു ഗോവൻ സ്റ്റൈലായി. ഹായ് പറഞ്ഞേ, ഹായ്. അഞ്ജുനെ കാണിച്ചില്ല, അഞ്ജും ഗോവൻ സ്റ്റൈലാണ്. ദേ റോസ്മി. അങ്ങനെ എല്ലാവരും റെഡിയായി നേരെ ഫുഡ് കഴിക്കാൻ അതിനോട് ചേർന്ന് തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലേക്ക് പോകുന്ന വിചാരിച്ചു. കാര്യം പള്ളിയിൽ ചിലപ്പോൾ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരുമ്പോൾ ഉച്ചയാവും. അതുകൊണ്ട് നേരെ കഴിച്ചിട്ടാണ് ഇറങ്ങാൻ തീരുമാനിച്ചേക്കണം. അപ്പോൾ എല്ലാവരും കഴിക്കാൻ റെഡി ആയിട്ടിരിക്കേണ്ട. ഫുഡിന് നമുക്ക് ഇവിടെ ഉള്ള വെറൈറ്റീസ് എന്ന് പറയുന്നത് പൂരി ഉണ്ട്, ന്യൂഡിൽസ് ഉണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ട്, ബ്രെഡ് ഉണ്ട്, ജാമുണ്ട്, സോസ് ഉണ്ട്, ചായ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാം. ഓക്കെ, ബർത്ത്ഡേയുടെ ന്യൂഡിൽസാ. അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ അമ്മാമ്മയ്ക്കുള്ള ആ ബർത്ത്ഡേ ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കാനായിട്ട് പള്ളിയിലേക്ക് ചെന്ന്. അത്യാവശ്യം ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് കറക്റ്റ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് മാസിൻ്റെ സമയമായിരുന്നു. അപ്പോൾ മാസം അവിടെ നടക്കുന്നുണ്ട്. അമ്മാമ്മയും ഞങ്ങളെല്ലാവരും കൂടി ആദ്യം തന്നെ അവർ തിരുശരീരം കണ്ടിട്ട് വന്നിട്ട് മാസിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ നേരെ അകത്തേക്ക് ഇനി കയറാൻ പോവുകയാണ്. കയറുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഓൾഡ് ഗോവ ചർച്ച്. അമ്മാമ്മേ ദേ അങ്ങോട്ടേക്ക് നോക്കി, ഇതാ കാണുന്നതാണ് ഓൾഡ് ഗോവ ചർച്ച്. വളരെ പോപ്പുലറായിട്ടുള്ളൊരു ചർച്ചാണ് കേട്ടോ. ഒരു 4 മണിക്കൂർ ക്യൂ നിൽക്കേണ്ട സ്ഥാനത്ത് അമ്മാമ്മ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സെക്യൂരിറ്റീസ് കയറ്റി വിട്ട്. കാര്യം പ്രായമുള്ളവർക്ക് ക്യൂ നിൽക്കണ്ടെന്ന് പറഞ്ഞ്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. നമ്മൾ ആ പുണ്യാളൻ്റെ ആ ഒരു തിരുശരീരം കണ്ടിട്ടാ. അത് ഈ പള്ളിയുടെ അകത്താണ്, പക്ഷേ മൊബൈൽ ഫോണൊന്നും അലൗഡ് അല്ല. കണ്ടിട്ടൊരു വേറെ മൂടായില്ലേ, സങ്കടമാണത്. രോമാഞ്ചം. എങ്ങനെ ഉണ്ടായ അമ്മാമേ? 2 പ്രാവശ്യം കണ്ടില്ലേ നമ്മ? ഞാൻ 2 പ്രാവശ്യം കണ്ടു. അങ്ങനെയുണ്ട്. ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ ഒരു ബ്ലെസ്സിങ് അമ്മാമ്മക്ക് കിട്ടി. പിന്നെ നേരെ നമുക്ക് റൂമിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഈ പള്ളിയുടെ അകത്താണ്ടാ ഈ തിരുശരീരം എല്ലാവർക്കും കാണാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി ഒരു കാര്യം കൂടി കാണിച്ചു തരാണ്ട്. മാമേ, ആ തിരുശരീരം ഇല്ലേ 10 വർഷത്തിലൊരിക്കലാണ് പുറത്തെടുക്കണേ. ഇപ്പോൾ പുറത്തെടുത്തത് ജനുവരി മാസത്തിൽ തിരിച്ച് അടക്കും. അത് ഇവിടെയാണ്, ഇതിൻ്റെ ഉള്ളിലാണ് അടക്കണം. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഉള്ളിലാണ് അടക്കണത്. അപ്പോൾ പള്ളിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പള്ളിയുടെ പുറത്തുള്ള ഒരു ഗോവൻ ആംബിയൻസ് ചായക്കടയിൽ നിന്ന് കരിക്കും കാര്യങ്ങളൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി ഇനി നേരെ റൂമിലേക്ക്. അതിനുശേഷം അമ്മാമ്മയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ചെറിയൊരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗോവൻ ബീച്ചിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ടാറ്റാ.